ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ കയറി വരുമ്പോൾ തന്നെ അതേ പ്രതീക്ഷയായിട്ടൻ ഒരു വാഴമീനായിട്ട് മൽപ്പിടുത്തം പിടിച്ചുകൊണ്ടിരിക്കണേണ്ട. വാഴമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാൽമൺ ഫിഷാണ് കേട്ടോ. സമുദ്രത്തിലെ ഒരു മാണിക്കക്കല്ലാണ് ഈ മീൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചൂണ്ടക്കാരുടെ ഇടയിൽ ഒരു പുലി തന്നെയാണ് പ്രതീക്ഷയായിട്ടനും. ഇങ്ങോട്ട് വാടാൻ പോനെന്ന് പറഞ്ഞ പ്രതീക്ഷയായിട്ട് എന്തേ ആഞ്ഞു വലിച്ചോണ്ടിരിക്കുമ്പോഴും വാഴമീൻ ഒട്ടും വിട്ടു കൊടുക്കൂലെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്ങനെയൊക്കെ വന്നാലും പ്രതീക്ഷയായിട്ടൻ ഒരു പുലിയായതുകൊണ്ട് തന്നെ ഇവന് കര തൊടാണ്ട് വേറെ ഒരു ഗതിയും ഇല്ലട്ടാ. എങ്ങനെ വന്നാലും ഈ സാൽമൺ ഫിഷിന് കര കണ്ടേ പറ്റുള്ളൂ. അങ്ങനെ കോരിയെടുക്കണ പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എക്സ് മിലിറ്ററി ആയ വേണു ചേട്ടൻ വലയം കൊണ്ടാണ് അങ്ങോട്ട് കോരാൻ വന്നിട്ടാ. ഇനി എങ്ങനെയൊക്കെ വന്നാലും ഇവന് കരപ്പേ കയറാണ്ട് ഒരു ഗതിയില്ലട്ടാ. അങ്ങനെ നമ്മുടെ എക്സ് മിലിറ്ററി ആയ വേണു ചേട്ടൻ കോരാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കണേട്ടാ. പോരട്ടെ. കണ്ട ഫസ്റ്റ് കോരൽ മിസ്സായെങ്കിലും സെക്കൻഡ് കോരൽ നല്ല അടിപൊളിയായിട്ട് വേണു ചേട്ടൻ പൊക്കി അങ്ങോട്ട് കരപ്പയിലിട്ടാ. ഈ സാധനം കരപ്പേ കയറി തന്നെ പിന്നെ ഒരു കൂഹലും ബഹളവും സന്തോഷത്തിൻ്റെ ഒരു ആർമാദം തന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാ കൊല്ലവും തക്കവും സമയവും നോക്കിയെന്നാണ്ട നമ്മുടെ പുലിയായ പ്രതീക്ഷയേട്ടൻ ഈ വാഴമീനെ കീഴടക്കണം. ഇവനെ കീഴടക്കാനായിട്ട് ചൂണ്ടയും വരെയും മാത്രം പോരാ, അതിലേറെ ഭാഗ്യവും കൂടി നമുക്ക് വേണം കേട്ടോ. ദേശാടന മത്സ്യങ്ങളിൽ പെടുന്ന ഇവൻ ഒരു മാണിക്കക്കല്ല് തന്നെയുണ്ട നമ്മുടെ സമുദ്രത്തിൽ. അങ്ങനെ ഇവൻ വളരെ തളർന്ന് ഒടിഞ്ഞ് വേണുചേട്ടന് വലയെന്ന് നല്ല സൂപ്പറായിട്ട് എടുത്തുകൊണ്ടിരിക്കണേണ്ട. പിന്നെ പ്രതീക്ഷേൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഒരു 100-ന്റെ ബൾബ് എത്തിച്ച സന്തോഷമുണ്ടാ. പിന്നെ എന്താ വേണ്ടത്? ഇതാണ് നമ്മുടെ പ്രതീക്ഷേട്ടൻ. ജയ് ജവാൻ ജയ് കിസാൻ. അടിപൊളി.